പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് ജനുവരി 8 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുകയാണ്. അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ്. ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് വെച്ചാൽ ഒരാൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന്. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പൊ ഇവിടെ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു കുറിമാനം ഇട്ടിട്ടുണ്ട് ഈശോ. എന്താ ഇട്ടിരിക്കണത്? ദൈവ തിരുസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു അധ്യായ പ്രമേയമാണത്, ദൈവത്തിൻ്റെ സമ്പന്നത. ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാർ സമ്പത്ത് ശേഖരിക്കുന്നവർ രണ്ട് തരമായിട്ട് ഈശോ തിരിക്കും. എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവരും. ഇനി നമ്മുടെ ഒരു വിഷയം ദൈവതിരുസന്നിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ്. അപ്പം നിക്ഷേപമുണ്ട്, നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല, തിരിച്ച് വാങ്ങിക്കും. നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല. അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ്. അത് എങ്ങനെയാണ് ദൈവതിരുസന്നിധി സമ്പന്നനാകാൻ കഴിയണത്? ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ബൈബിൾ അറിയാമല്ല, ആധ്യാത്മികമായ ഒത്തിരിയേറെ നോട്ടുകളുള്ള വലിയൊരു ട്രഷറാണ് ബൈബിള്. ലൂക്ക 6:35. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ അത്യുന്നത പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ ദൈവത്തിന് സന്മനാകാൻ ഉള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയണത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും. ഒന്ന്, ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ 3 കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. ബാക്കി 7 നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും. കാര്യം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു, തരണില്ല. അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ്. ആ പ്രതിഫലം ഏതാണ്? നിത്യതയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ദൈവദിവസത്തിന് സമ്പന്നനാകാൻ വേറെയും മാർഗമുണ്ട്. ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ, ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ, അപ്പോൾ ഒറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാം കാണാൻ പോകും. അല്ലാത്തവരെ എന്നെ പരിചയമുള്ള, അടുപ്പമുള്ള, ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ
അവർക്ക് ആശുപത്രിയിൽ പെട്ടുപോകുമ്പോൾ ചെല്ലും. ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ? അവർ കോമായിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും. എന്താ കാര്യം? അവർക്ക് ബോധമില്ല. അവരുടെ ബോധം പോയി. അവർ കോമായിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല. ചിലർ കണ്ണ് തുറക്കും, പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേഴ്സ് ആണെന്നറിയാമോ? ഈ രോഗികളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. ചിലരൊക്കെ പ്രായിക്കൊണ്ടാണ് ചെയ്യണത്. കാര്യം ഞാനേ ഉള്ളൂ, ഇവർക്ക് മക്കളുണ്ടല്ല, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം എൻ്റെ മുതുകത്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാഗിക്കൊണ്ടൊക്കെ ചെയ്യും. അത് ഇങ്ങനെ സാധാരണ ജഡിക മനുഷ്യരങ്ങനെ ചെയ്യും. പക്ഷേ ചിലർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അവരെന്താണ്, ഈ രോഗിയിൽ നിന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിന് ബോധമില്ലാതെ മരിച്ചു പോവുകയുള്ളൂ. നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നേ പറയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകൊപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് 10 പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ, ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് 1000 പോയിൻ്റ് കൃപയാണുള്ളത്. എന്താ കാര്യം? അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനാകണത്.